വെൽക്കം ടു ഡ്രീം ഷോർ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HSST കോമേഴ്സിൻ്റെ ക്ലാസ്സാണ് ചെയ്യുന്നത്. HSST കോമേഴ്സിൽ നമ്മളിപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാമിന് എത്രത്തോളം പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. കാരണം നമ്മൾ എത്ര ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം, ഞാൻ തരുന്ന ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും എത്രത്തോളം നിങ്ങളുടെ ഓരോ സബ്ജക്റ്റും പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും എത്രത്തോളം അറിയാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു നോക്കുക. ഇന്നത്തെ ദിവസം നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അതിന് ശേഷം നമ്മൾ മറ്റൊരു സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നില്ല, ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First question, normal idle time occurs. Normal idle time occurs due to unavoidable causes which are out of control. അപ്പോൾ നോർമൽ ഐഡിൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ചില സർക്കംസ്റ്റൻസ് ഉണ്ടായിരിക്കും. ആ സർക്കംസ്റ്റൻസ് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈമാണ്. ആ സമയത്ത് നമുക്ക് നമ്മുടെ വർക്ക് പോസിബിൾ അല്ല, വർക്ക് നിർത്തി വെച്ചിരിക്കേണ്ട ഒരു ടൈമാണ്. അതിനെയാണ് നമ്മൾ നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ റിസീവിങ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഫോർമൻ. അതുപോലെ തന്നെ നമുക്ക് ചില സമയത്ത് ലഞ്ച് ടൈം ആയിരിക്കും. ആ ടൈമിൽ നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ടീ ടൈം ആയിരിക്കും. അപ്പോൾ അതെല്ലാം എന്താണ്? അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കോസസ് ആണ്. ഇങ്ങനെയുള്ള കോസസ് കാരണം വരുന്ന ഐഡിൽ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതെ, നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഐഡിൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുന്ന ടൈം അല്ലേ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നേരം നമ്മളത് നിർത്തി വെക്കുന്നത് നമുക്ക് ഐഡിൽ ടൈം എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബ്നോർമൽ ഐഡിൽ ടൈം ഒക്കേഴ്സ് ഡ്യൂ ടു അവോയ്ഡബിൾ കോസസ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? നോർമൽ ഐഡിൽ ടൈമാണ്. ഇനി അബ്നോർമൽ ഐഡിൽ ടൈം ഒക്കേഴ്സ് ഡ്യൂ ടു അൺഅവോയ്ഡബിൾ കോസസ്. എക്സാമ്പിൾ ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീനറി എന്ന് പറയുമ്പോൾ, അതുപോലെ ഫെയിലിയർ ഓഫ് പവർ സപ്ലൈ, ഇതെല്ലാം അബ്നോർമൽ ഐഡിൽ ടൈമിൽ വരുന്നതാണ്. സ്ട്രൈക്ക് അറൈസ് ചെയ്യുന്നത്, നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് എല്ലാം നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്ട്രാ അവേഴ്സ് ടേക്കൺ ബൈ ദ വർക്കർ ഇൻ അഡീഷൻ ടു നോർമൽ വർക്കിംഗ് അവേഴ്സ് ഈസ് കോൾഡ് ഓവർ ടൈം. Additional amount paid on account of overtime is known as overtime premium. Work on holidays is considered as overtime. Under dash plan, time served is divided between workers and foremen in the proportion of 75% to workers and 25% to foremen. Budex point premium plan. Next question, Emerson efficiency plan introduced to improve labor efficiency of workers. In addition to profit, a share in the profit earned by the business is payable to workers under group bonus system. Next question, wages paid on the basis of time spent on job. Time wage system. Wages paid on the basis of number of units produced by the worker. പീസ് വേജ് സിസ്റ്റം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഇതുവരെ HST കോമേഴ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മൾ ജനറൽ പേപ്പറിൽ റിസർച്ച് മെത്തഡോളജി പഠിച്ചു. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനും. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ QT കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഏതാണ്? ക്യാപിറ്റൽ മാർക്കറ്റ് പഠിച്ചു, ഇൻകം ടാക്സ് പഠിച്ചു, ഇൻ്റർനാഷണൽ മാർക്കറ്റ് പഠിച്ചു. ഇപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതുകൂടാതെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി വരുന്ന
അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് എന്തായാലും ഒരു പുതിയ സബ്ജക്റ്റുമായിട്ട് കാണാം. അപ്പോഴേക്കും നിങ്ങൾ ഈ വരുന്ന നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കിലുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും നിങ്ങൾ നന്നായിട്ട് പഠിച്ച് വെക്കുക. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും കിട്ടുന്ന രീതിയിൽ ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നെ വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്